സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ സഹ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഓം സമസ്തജന കല്യാണേ നിരതം കരുണാമയം നമാമി ചിന്മയം ദേവം സദ്ഗുരും ബ്രഹ്മവിദ്വരം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം പരമാനന്ദമാധവം. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിന മധ്യേ മഹാഭാരതം. അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാമനുസന്തതാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീ. ഹരിയോ. വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് വീഡിയോ ഓൺ ചെയ്യാവേ. ശരി. മുഖത്തോട് പോകാൻ നോക്കാനാണ്. ഇവിടെ എനിക്ക് വേറെ നോക്കാൻ ആൾക്കാരൊക്കെ ഉണ്ട്. എങ്കിലും നമ്മള് ഭഗവത്ഗീത ബേസ് ചെയ്തിട്ടുള്ള വിഷയങ്ങളാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഗീത എന്താണ്, എന്തിനാണ് എന്നുള്ള കാര്യങ്ങൾ കണ്ടു. അതിൽ കൂടെ തന്നെ നമ്മൾ എന്താണ് വേദവ്യാസിയെ കണ്ടു, ശ്രീകൃഷ്ണൻ ആരാണ്, അർജുനൻ ആരാണ്, യുദ്ധമാണ് സന്ദർഭം എന്നുള്ളത് കണ്ടു. ഓക്കെ, അങ്ങനത്തെ ചില കാര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. എന്നിട്ടോ ഇനി നമ്മൾ അർജുന വിഷാദ യോഗത്തിലേക്ക് കടക്കാൻ പോവാണ്. അർജുന വിഷാദ യോഗത്തിലേക്ക്. അപ്പൊ അതിനു മുമ്പ് വീണ്ടും ഈ യുദ്ധത്തിനെയൊക്കെ ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണേ. കാര്യം വേറൊന്നുമല്ല, ഈ അർജുന വിഷാദ യോഗത്തിന്റെ സത്യത്തിൽ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ആവശ്യമുണ്ട്. അതുകൊണ്ടാണല്ലോ ആചാര്യന്മാർ എഴുതിയിരിക്കുക. പക്ഷെ ചില ആൾക്കാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, സത്യത്തിൽ അർജുന വിഷാദ യോഗം എന്താണ്, ഒരു കോണ്ടെക്സ്റ്റ് സെറ്റ് ചെയ്യാണ്. കാര്യം ഗീത എന്ന് പറയുന്നത്, ഭഗവത്ഗീത എന്ന് പറയുന്നത് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കുന്ന ഒരു കൃതിയല്ല. അപ്പൊ പിന്നെന്താണ്, അത് യുദ്ധം ആയിക്കോട്ടെ, വേറെ എന്ത് തന്നെ ആയിക്കോട്ടെ, നമ്മളെ ഓരോരുത്തരെയും മോക്ഷത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കൃതിയാണ്. ഇവിടെ ആ സെനാരിയോ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് യുദ്ധത്തിന്റെ സെനാരിയോ ആണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വേറെ പല സ്ഥലങ്ങളിലും ഇങ്ങനത്തെ യുദ്ധത്തിന്റെ സെനാരിയോ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഗീതയൊക്കെ ഉണ്ട്, വിഭീഷണ ഗീതയൊക്കെ അതിൻ്റെ അകത്ത് ഉദാഹരണമാണ്. അതല്ലാതെ വേറെ പല ഗീതകളും ഉണ്ട്, പോട്ടെ. അപ്പം ഇവിടെ യുദ്ധം പ്രധാനമാണോ? ആണ്. കാര്യം ഈ സെനാരിയോ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതില്ലെങ്കിൽ കുഴപ്പമുണ്ടോ? ഇല്ലേലും കുഴപ്പമില്ല. ഈ ഒരു അർത്ഥത്തിലാണ് നമ്മൾ ഇത് നോക്കി കാണേണ്ടത്. പക്ഷെ നമ്മൾ വേറൊരു രീതിയിൽ കാണേണ്ടത്, ഈ യുദ്ധത്തിന്റെ ഒരു ആഴം നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഭഗവത്ഗീതയിലേക്കും അല്ലെങ്കിൽ ഈ ഒരു സാധനത്തിലേക്കും കടക്കാൻ. കാര്യം നമ്മൾ പറയാറില്ല, ഇപ്പം സച്ചിൻ ടെണ്ടുൽക്കർ പണ്ട് ബാറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അതായത് പറയും, സച്ചിൻ ഔട്ടായാൽ ഇന്ത്യ ഔട്ടായി അല്ലെങ്കിൽ ഇന്ത്യ തോറ്റു എന്ന് പറഞ്ഞൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് 80,000 പേര് തിങ്ങി നിറയുന്ന ഒരു ഓഡിറ്റോറിയത്തില് സച്ചിൻ സച്ചിൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാൾ അനുഭവിക്കുന്ന ഒരു ടെൻഷൻ ഉണ്ട്. ഓക്കെ, ഓരോ ബോളിലും ഇദ്ദേഹത്തിന് ടെൻഷൻ ആയിരിക്കും. കാര്യം എന്നാ, അത്ര കൃത്യമായിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ബാറ്റ് ചെയ്തില്ല എങ്കിൽ പ്രശ്നമാവും. ഓക്കെ, ഔട്ടായി കഴിഞ്ഞാൽ മൊത്തത്തിൽ തകരും. ഈ ഒരു അവസ്ഥ വരുന്നുണ്ട്. അപ്പം ഇതേപോലെ ഇവിടെ സച്ചിൻ അല്ല, ഇവിടെ അർജുൻ എന്ന ആൾക്കാര് പറയുന്നുണ്ട്. മാത്രമല്ല ഇവരുടെ എതിരാളികൾ എന്ന് പറയുന്നത് ചില്ലറക്കാരല്ല. അപ്പം ഗീതാധ്യാന ശ്ലോകത്തിൽ വളരെ കൃത്യമായിട്ട് ആ യുദ്ധത്തിന്റെ വിവരണം പറയുന്നുണ്ടല്ലോ. എന്താണ്? ഭീഷ്മദ്രോണതട ജയദ്രഥ ജല ഗാന്ധാര നീലോപല ശല്യഗ്രാഹവതി കൃപേണ വഹനി കർണേന വേലാകുല അശ്വത്ഥാമ വികർണ ഘോരമകര ദുര്യോധനാവർത്തിനി സോത്തീർണാഖലു പാണ്ഡവൈരണനദി കൈവർത്തക കേശവ. ഈ കേശവനാണ് പാണ്ഡവരെ ഈ നദി ക്രോസ് ചെയ്യിപ്പിച്ചതെന്നാണ്. ഏത് നദി? യുദ്ധനദി. എങ്ങനത്തെ യുദ്ധനദിയാണത്? വളരെ രസകരമായിട്ടുള്ള രൂപകമൊക്കെയാണ് വെച്ചിരിക്കുന്നത്. എന്താണ്? ഭീഷ്മരും ദ്രോണരുമാകുന്ന കരകള്.
അപ്പൊ ഇവരാണ് ഈ എൻഡയർ നദിയെ താങ്ങി നിർത്തുന്നത്. കരയില്ലെങ്കിൽ നദി ഇല്ലല്ലോ. ഓക്കെ, അങ്ങനെയുള്ള ഭീഷ്മരും ദ്രോണരുമാകുന്ന തടങ്ങളോടുകൂടി ജയദ്രഥനാകുന്ന എന്താണ് ജലം, നദിയെ നദിയാക്കുന്ന ജലമാണ്. അപ്പം ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രശ്നം ജയദ്രഥനാണ്. ഓക്കെ, പിന്നെയോ ഗാന്ധാരനാകുന്ന കരിമ്പാറ, അതാരാണ്? ശകുനി. പിന്നെയോ ശല്യരാകുന്ന സ്രാവ് അല്ലെങ്കിൽ മുതല. പിന്നെയോ കൃപരാകുന്ന ആ ഒരു കറണ്ട്, പ്രവാഹശക്തി. പിന്നെയോ കർണനാകുന്ന വേലിയേറ്റം, അശ്വത്ഥാമ വികർണം തുടങ്ങിയ മകര മത്സ്യങ്ങൾ. ബേസിക്കലി എന്താണ്, ഇത്രയും ബുദ്ധിമുട്ടേറിയ പടയാളികളെ അല്ലെങ്കിൽ ഇവരെ യോദ്ധാക്കൾക്കെതിരെയുള്ള ഈ നദി ഇതിനെ കരകയറ്റിയത് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അനുഗ്രഹമാണ്. ഈ ശ്രീകൃഷ്ണന്റെ അനുഗ്രഹം എന്താണ് സംഭവം? അത് എൻഡയർ യുദ്ധത്തിൽ മാത്രമല്ല, അർജുനൻ ഇങ്ങനെ ഡൗൺ ആകുന്ന സമയത്ത് ഉയർത്തിക്കൊണ്ടുവന്നതും ശ്രീകൃഷ്ണൻ അനുഗ്രഹമാണ്. ആ ഭഗവത്ഗീതയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പം അർജുന വിഷാദ യോഗത്തിന്റെ ആവശ്യമുണ്ടോ? സത്യത്തിൽ ഭഗവത്ഗീത പഠിക്കാൻ ആവശ്യമില്ല. പക്ഷെ അർജുന വിഷാദം യോഗം ഉണ്ട് എങ്കിൽ, അല്ലെങ്കിൽ അതിൽ കൂടെ നമ്മളൊന്ന് കടന്നു പോയാൽ നമുക്ക് ഭഗവത്ഗീത എന്തിനാണെന്നുള്ള സംശയം ലെവലേശം പോകും. കാര്യം എന്ത്, ഇത് പറയുന്നത് ഞാൻ വെറുതെ പറയുന്നതല്ലേ, അങ്ങനെ അതിൻ്റെതായിട്ടുള്ളൊരു കാര്യമുണ്ട്. എന്താന്ന് വെച്ചാല്, പ്രത്യേകിച്ച് ശങ്കരാചാര്യ സ്വാമികള് 1-ാം അധ്യായത്തിന് ഭാഷ എഴുതിയിട്ടില്ല. അദ്ദേഹം 2-ാം അധ്യായത്തിലെ 11-ാമത്തെ ശ്ലോകം മുതലാണ് ഭാഷ എഴുതി വെച്ചിരിക്കുന്നത്. ഈവൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഭഗവാന്റെ ഉപദേശം തുടങ്ങുന്നത്, കൃത്യമായിട്ടുള്ള ഉപദേശം തുടങ്ങുന്നത് 2-ാമത്തെ അധ്യായത്തിലെ 11-ാം ശ്ലോകം മുതലാണ്. അത് നമ്മൾ കാണുന്നുണ്ടായിരിക്കും, വിശദമായിട്ട് കാണുന്നുണ്ടായിരിക്കും. പിന്നെ എന്തിനാണ് ഈ അർജുന വിഷാദ യോഗം എന്നുള്ളൊരു ചോദ്യമുണ്ട്. കാര്യം അത് നമ്മളൊന്ന് ആലോചിച്ചാൽ നല്ല രസകരമായിട്ടുള്ളൊരു കാര്യമാണ്. കാര്യം ഇന്നും, അതായത് ഇത്ര ഭഗവത്ഗീതയുടെ മേൽ ചർച്ചകൾക്ക് മേൽ നടന്നിട്ടുണ്ടായിട്ടും നമുക്ക് ഇപ്പോഴും പല ആൾക്കാര് ചോദിക്കുന്ന, അതായത് നമ്മൾ പറയുന്നത് വളരെ നിഷ്ണാശാലികളായിട്ടുള്ള ബുദ്ധിയുള്ള ആളുകൾ എന്ന് പറയുന്ന ആൾക്കാര് വീണ്ടും വീണ്ടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, സത്യത്തിൽ യുദ്ധത്തിന്റെ ആവശ്യമുണ്ടോ? അർജുനൻ ചെയ്തത് ശരിയല്ലേ എന്നുള്ളത് ഇപ്പോഴും നമ്മൾ വളരെ ജെന്യൂൻ ആയിട്ട് കേട്ടോണ്ടിരിക്കുക. നമ്മളോട് ചൊറിയാൻ വേണ്ടിയിട്ട് പറയുന്ന ആൾക്കാരല്ല, പിന്നെന്താണ്, വളരെ ജെന്യൂൻ ആയിട്ട് ആൾക്കാർ ചോദിക്കുന്ന ചോദ്യമാണ്. സത്യത്തിൽ യുദ്ധം മോശമല്ലേ? അത് ചെയ്യേണ്ട കാര്യമുണ്ടായിരുന്നു. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരോട് 10-14 പേര് ഇവിടെ ഉണ്ട്, ഇവിടെ എൻ്റെ കൂടെ ഒരു 3 പേര് ഇരിപ്പുണ്ട്. ഇവരോട് ഞാൻ ചോദിക്കണ്ടേ, യുദ്ധം നല്ലതാണോ ചീത്തയാണോ? എന്താണ്? ചീത്തയാണ്, ഒരു സംശയം വേണ്ട. ഞാൻ ചോദിച്ചിട്ട് മിണ്ടായിരിക്കുന്നുണ്ട് ഇങ്ങനെ, ഈശ്വര ഞാൻ ശരി പറയണ തെറ്റോ എന്താ വേണ്ടെന്ന് അറിയില്ലല്ലോ. അതല്ല, യുദ്ധം എന്താണ്, ഒരു സംശയവും വേണ്ട, എല്ലാ കാലത്തും അത് ബുദ്ധിമുട്ടാണ്. പക്ഷെ ചില വിശേഷ ധർമ്മം വരും. എന്താണ്? യുദ്ധം അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല എന്ന് പറഞ്ഞൊരു ധർമ്മം. അങ്ങനെയുള്ള സമയത്ത് യുദ്ധം ആവശ്യം. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് അർജുൻ ഇവിടെ വന്നിരിക്കുന്നത്. അതാണ് എൻ്റെ കാര്യം. അപ്പൊ ആരെങ്കിലും ചോദിക്കുകയാണ് നമ്മളോട്, ഭഗവത്ഗീതയില് ആവശ്യമുണ്ടോ, ഈ യുദ്ധത്തിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ഉത്തരം നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്, നീ ഭഗവത്ഗീത പഠിക്കുന്നതിനേക്കാളും മുമ്പ് അർജുന വിഷാദയോഗം പഠിക്കുന്നു. കാര്യം എന്നാ, അതിൻ്റെ അകത്ത് തയ്യാറായി വന്നു നിന്ന ഒരാള് ടക്കനെ എന്ന് പറഞ്ഞ് താഴോട്ട് വീഴുന്നത് നമ്മൾ കാണും. ഒരാള് പെട്ടെന്ന് ഇങ്ങനെ നിൽക്കുന്ന ഒരാള് പടം എന്ന് പറഞ്ഞ് താഴോട്ട് വീഴുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് വളരെ വലിയ പ്രശ്നങ്ങളുണ്ട്. അയാളുടെ വീക്ക്നെസ് ആയിരിക്കും അതിന് കാരണം. യുദ്ധം ചെയ്യാൻ വയ്യാന്ന് ആദ്യം തൊട്ടേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ അയാളെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിക്കാൻ പറ്റത്തില്ല. ഇതങ്ങനല്ല. ഈ ഒരു യുദ്ധത്തിന് വേണ്ടിയിട്ട് ഏറ്റവും തയ്യാറായിട്ട് വന്നത് അർജുനാണ്. ഈ അർജുനാണ് പറയുന്നത് എന്ത്, ഞാൻ യുദ്ധം ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഈ പറയുന്ന കണക്കുള്ള എന്താണ് ഒരു എന്താ കരുണയുടെയോ അതല്ലെങ്കിൽ എന്താണ് യുദ്ധത്തിന്റെ ദൂരവ്യാപകമായിട്ടുള്ള ഫലത്തിനെ ആലോചിച്ചിട്ടൊന്നും അല്ല, പിന്നെയോ പ്യുവർ വീക്ക്നെസ് ആണ്. ഞാൻ സാധാരണ കുട്ടികൾക്കെല്ലാം ക്ലാസ് എടുക്കുന്ന സമയത്ത് പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. എന്താ ഉദാഹരണം അറിയോ? മറ്റേ സിനിമയുണ്ട് ബാംഗ്ലൂർ ഡേയ്സ് എന്ന് പറഞ്ഞിട്ടൊരു സിനിമ. ആ സിനിമയില് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് നസ്രിയെ അവിടെ ഇങ്ങനെ വേഷമെല്ലാം ഒരുങ്ങി നിൽക്കുന്ന സമയത്ത് ആ തകിലിന്റെ സൗണ്ട് ഡൺ എന്ന് കേൾക്കുന്ന സമയത്ത് പെട്ടെന്ന് പറയും ഞാൻ കല്യാണം കഴിക്കുന്നില്ല എന്ന് പറയും. അപ്പൊ അതിൻ്റെ അകത്ത് ഒരുത്തൻ പറയും അങ്ങനെയാണെങ്കിൽ നമുക്ക് നിന്നെ കൊണ്ട് പോകാന്ന് പറയുന്ന ഒരു കസിനുണ്ട്, വേറെ പറയും അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറയുന്ന ഒരു കസിനുണ്ട്. നമ്മൾ ഇതിൻ്റെ അകത്ത് ഏത് ഭാഗത്തേക്കോ അങ്ങനെയാണെങ്കിൽ നീ കല്യാണം കഴിക്കേണ്ടതെന്ന് അപ്പൊ പറയുമോ, അതോ
ഇതെല്ലാം ആലോചിച്ചുറപ്പിച്ചിട്ട് വന്നിട്ടാണ് ഈ കല്യാണം കഴിക്കാൻ വേണ്ടി വന്നേക്കുന്നത്. ഇപ്പൊ പിള്ളേർ അതൊരു ട്രെൻഡാക്കി എടുത്തിട്ടുണ്ട്. കല്യാണത്തിന്റെ അന്ന് രാവിലെ പന്തലിൽ നിന്ന് ഇറങ്ങി പോകുന്ന ട്രെൻഡ്. അതിനോട് നമുക്ക് ഒരു കാരണവശാലും യോജിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. നേരത്തെ ചെയ്യണം അങ്ങനാണെങ്കിൽ, ഇപ്പോഴല്ല ചെയ്യേണ്ടത്. അവര് ചെയ്യുന്ന വേറെ പല കാര്യങ്ങളും ഉണ്ടായിരിക്കാം. പക്ഷെ ഇവിടെ അർജുനന് യുദ്ധം ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയാൻ കാരണം അത് അർജുനന്റെ വീക്ക്നെസ്. അല്ലെങ്കിൽ നമ്മുടെ കുട്ടികള് പരീക്ഷ എഴുതാൻ പോകുന്നതിന് അന്ന് രാവിലെ പറയാണ്, ഞാൻ എല്ലാം പഠിച്ചു, പക്ഷെ എനിക്ക് പരീക്ഷ എഴുതാൻ വയ്യ, എങ്ങാനും ഞാൻ തോറ്റാലോ എന്ന് പറഞ്ഞാലോ. അല്ലെങ്കിൽ ഈ ജയവും തോൽവിയൊക്കെ ആപേക്ഷികമല്ലേ, ഞാൻ പരീക്ഷ എഴുതേണ്ട കാര്യമുണ്ടോ എന്ന് നമ്മളോട് ആരെങ്കിലും പറഞ്ഞാൽ നമ്മൾ പിള്ളേർക്ക് പറയാം, അങ്ങനെയാണെങ്കിൽ മോൻ എഴുതണം കേട്ടാ എന്ന് പറയോ? ഇല്ല. നമ്മൾ പറയടാ നീ പോയി എഴുതടാ, തോറ്റാലും കുഴപ്പമില്ല, നീ എഴുത്, നമുക്ക് നോക്കാമല്ലോ എവിടെ വരെ. നമ്മൾ ചെയ്യില്ലേ? ഇതാണ് ഭഗവാൻ തുടക്കത്തിൽ നിന്ന് കാണിക്കുക. അപ്പം യുദ്ധം വേണ്ട എന്ന് അർജുനൻ പറയുന്നത് വീക്ക്നെസ് ആണ് എന്ന് മനസ്സിലാക്കിയിട്ട് എന്തുകൊണ്ട് ഈ യുദ്ധം ഇത്രയും അനിവാര്യമാണെന്ന് കാണാനും എന്തുകൊണ്ട് അർജുനൻ ഇങ്ങനെ ആയി എന്ന് കാണാനും എന്താണ് അർജുന വിഷാദ യോഗത്തിന്റെ ആവശ്യം. ഇതൊരു പോയിന്റ്. രണ്ട്, ചില ആൾക്കാർ ഈ അർജുന വിഷാദ യോഗം പഠിച്ചാലും എങ്കിലും ശരിയല്ലോ കേട്ടോ, യുദ്ധത്തിന്റെ ആവശ്യമില്ല എന്ന് പറയുന്ന ആൾക്കാർ എന്ത് ചെയ്യണം? അവർ മഹാഭാരതം പഠിക്കണം. കാര്യം എന്നാ, മഹാഭാരതത്തില് പാണ്ഡവർക്കും അർജുനനും നേരെ ഉണ്ടായിരിക്കുന്ന കാര്യങ്ങൾ കാണുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും എന്താണ് യുദ്ധം വേണം. ഇത് വീണ്ടും ഒരു രസകരമായിട്ടുള്ള ഒരു, എന്നെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആക്ഷൻ ഹീറോ ബിജു എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. അതിൻ്റെ അകത്ത് എന്നെ സിനിമ കഥ പറയുന്ന ഇതാണ് നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ എളുപ്പം, അതുകൊണ്ടാണ്. ഓക്കെ, ആക്ഷൻ ഹീറോ ബിജുവിൻ്റെ അകത്ത് പോലീസുകാരൻ ഒരുത്തിരണ്ട് കുറെ ഇടി കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും SI വിളിച്ചിട്ട് ബാക്കി പോലീസുകാരെ ഉപദേശിക്കുന്ന ഒരു സീനുണ്ട്. ചില സമയത്ത് എന്താണ്, ഒരുത്തനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നണം എന്ത്, ഇടി കൊടുക്കണം, ഇവന് 2 ഇടി കിട്ടേണ്ടവനാണ് എന്ന്. അതേപോലെ അവൻ ചെയ്ത വേലത്തരങ്ങൾ കേൾക്കുമ്പോ നാട്ടുകാർക്കൊരു തോന്നലുണ്ടാവണം, എന്താണ്, ഇവന് 2 കിട്ടേണ്ടതിന്റെ ആവശ്യമുണ്ടല്ലോ, മനസ്സിലായേ? അതേപോലെ എന്താണ്, ഈ ഇവന്റെ പ്രശ്നങ്ങൾ കാണുമ്പോൾ ഇവന് തന്നെ തോന്നണം, എന്താ ആൾക്കാർ എനിക്ക് 2 തരാത്തത്. അങ്ങനെയുള്ള ഒരു അവസരത്തിൽ നമ്മൾ 2 കൊടുക്കുന്നതുകൊണ്ട് തെറ്റില്ല. ഇവിടെ നമ്മൾ മഹാഭാരതം വായിച്ചാൽ അപ്പൊ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും എന്താണ്, ഇവന്മാർക്ക് 2 കൊടുക്കേണ്ടതാണ്, മനസ്സിലായില്ലേ? ഇത് നമ്മൾ മറന്ന് മാറ്റി വെച്ചിട്ടാണ് എന്ത്, അയ്യോ യുദ്ധത്തിന്റെ സമയത്ത് അർജുനൻ എത്ര ഗംഭീരമായിട്ട് വേണ്ടാന്ന് പറഞ്ഞിട്ട് ആ തിരുക്ക് കൃഷ്ണൻ വീണ്ടും വീണ്ടും തിരുക്കി എന്ത് ചെയ്തു, യുദ്ധം ചെയ്യിപ്പിച്ചു. ഇല്ലില്ല, അർജുനന്റെ വീക്ക്നെസ് ആണ്, അവിടെ ചെയ്യേണ്ടതാണ്, വേറെ നിവർത്തിയൊന്നുമില്ല. അതുകൊണ്ടാണ് ഇവിടെ യുദ്ധം. ഇനി നമ്മൾ കാണാൻ പോകുന്നത് അർജുനൻ എന്തു പറ്റിയെന്നാണ്. അതിനെയാണ് അർജുന വിഷാദ യോഗം എന്ന് പറയാം. എന്താ അർജുന വിഷാദ യോഗം? അർജുനൻ വിഷാദവുമായിട്ട് യോഗം ചെയ്യും. ഇതാണ് പോയിന്റ്. എന്താ അർജുന വിഷാദ യോഗം? ഒരു സംശയം വേണ്ട, യോഗം ചെയ്യുക എന്ന് വെച്ചാൽ ചേരുക. അർജുനൻ എന്ത് ചെയ്തു? വിഷാദവുമായിട്ട് ദുഃഖവുമായിട്ട് യോഗം ചെയ്തു. ഇതാണ് ഒരു അർജുന വിഷാദ യോഗം. ഇല്ലെങ്കിൽ രണ്ടാമത്തെ അർത്ഥം ഇതാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമുള്ളൊരർത്ഥം. അർജുനനെ ഭഗവാനുമായിട്ട് യോഗം ചെയ്യിപ്പിക്കാൻ ഈ വിഷാദം ഒരു കാരണമായി. അപ്പൊ അർജുനന് വിഷാദം ഒരു യോഗമാണ്. യോഗം എന്ന് പറഞ്ഞാൽ എന്താണ്? യോഗം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ മലയാളത്തിൽ പറയും അവന്റെ ഒരു യോഗം എന്ന് പറയില്ലേ, അതേപോലെ തന്നെ എന്താണ് യോഗം എന്ന് പറഞ്ഞാല് അത് പാത്താണ്, സാധനയാണ്. അപ്പം ഇവിടെ വിഷാദം എന്താണ്? അർജുനന് സാധനയാണ്. ഭഗവാനോട് ചേരാൻ അർജുനന് വിഷാദം സാധനയാണ്. ദുഃഖം നല്ലതാണോ? എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം അത് വരുന്നത്. ദുഃഖം നല്ലതാണോ? നമ്മളെല്ലാരും പറയും ഇല്ല, ആത്യന്തിക ദുഃഖ നിവൃത്തി, പരമാനന്ദ പ്രാപ്തി, നിത്യതൃപ്തിക്ക് വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ നിൽക്കുന്നത് നമ്മൾ പറയുമല്ലോ. പക്ഷെ ദുഃഖം നല്ലതിനാണോ എന്ന് ചോദിച്ചാൽ ആധ്യാത്മിക തലത്തിൽ ദുഃഖം വളരെ വളരെ നല്ലതാണ്. കാര്യം എന്നാ, ആ ദുഃഖം ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഭഗവാനെ ആലോചിക്കാൻ തോന്നും, ആധ്യാത്മികമായിട്ട് വരാൻ. അതുകൊണ്ടാണ് കുന്തി ദേവി എല്ലാം പറയത്തില്ലേ, ഭഗവാനെ എനിക്ക് വീണ്ടും വീണ്ടും ആ ദുഃഖത്തിന് നൽകുക. കാര്യം എന്നാ, അപ്പൊ ഞാൻ ഭഗവാനെ ഓർക്കും. അല്ലെങ്കിൽ ഈ മോഡേൺ ടൈംസിലുണ്ടല്ലോ കഥകള്. ആരാണ് ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഉദാഹരണം? ശ്രീബുദ്ധനാണ്. ശ്രീബുദ്ധൻ ആ ഒരു രാജകൊട്ടാരത്തിന്റെ എക്സ്ട്രാവാഗൻസിയിൽ ജീവിച്ച ഒരാള് ജീവിതത്തിൽ ഒരു ദുഃഖം ഉണ്ടായത് കണ്ട സമയത്ത് അവിടാണ് ആ ചേഞ്ച് വരുന്നതും ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ട് വരുന്നതും. ദുഃഖം നല്ലതാണ്, ഒരു സംശയം വേണം. അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ ഭാഗവതം ഉണ്ടായത് പരീക്ഷത്തിന്റെ ദുഃഖമാണ് ഭാഗവതത്തിന് കാരണം. ദുഃഖം നല്ലതാണോ? അതെ. കാര്യം എന്നാ, അർജുനന് ദുഃഖമുണ്ടായതാണ് ഭഗവത്ഗീത നമുക്ക് കിട്ടാൻ കാരണം. അതുകൊണ്ട് എന്തൊക്കെയാണെങ്കിലും ദുഃഖം നല്ലതാണ്. അല്ലെങ്കിൽ ഇപ്പൊ ഈ സർഫ് എക്സലുകാർ പറയുന്നൊരു ഇതുണ്ടല്ലോ, കറ നല്ലതിനാണ്.
പറയുന്ന കണക്കാ. അതായത് രണ്ട് കുട്ടികൾ ഇങ്ങനെ നടന്നു പോകും, അനിയത്തിയുടെ മേത്ത് ചെളി വീഴുമ്പോഴത്തേക്കും ചേട്ടൻ എന്ത് ചെയ്യും, ആ ചെളിക്കൊണ്ടിട്ട് കുറെ ഇടി കൊടുക്കും, ചേട്ടന്റെ മേത്ത് കുറെ ചെളിയാവും. അപ്പൊ ഇവർക്ക് രണ്ടുപേർക്ക് സന്തോഷം, അവർ തിരിച്ച് വീട്ടിൽ പോകും. അപ്പൊ എന്താ പറയുക, ഏറ്റവും അവസാനം സർഫെക്സിലുകാര് അവരുടെ ഇത് ചെലവാകുന്നതുകൊണ്ടായിരിക്കാം അവർ എഴുതി വെച്ചു കറ നല്ലതിനാണ്. ആർക്ക്? സർഫെക്സിലുകാർക്ക്. ഇതങ്ങനല്ല. ദുഃഖം എന്റെ ജീവിതത്തിൽ ചിലപ്പോ എന്നെ ഈ പുറത്തു നിന്നുള്ള കാര്യങ്ങളിൽ നിന്ന് പിന്തിരിപ്പിച്ചിട്ട് ഒന്നിൽ ഉള്ളിലേക്ക് നോക്കാൻ ശ്രമിക്കും, അല്ലെങ്കിൽ ഭഗവാനിലേക്ക് നോക്കാൻ വേണ്ടി തിരിക്കും. അതുകൊണ്ട് ദുഃഖം നല്ലതാണ്. അർജുനൻ ഇവിടെ ദുഃഖവുമായിട്ട് യോജിച്ചു. ഇത് അർജുനന് യോഗമായി, അർജുനന് സാധനയായി. ഇവിടെ അർജുന വിഷാദ യോഗം എന്നാണ് ഈ അധ്യായത്തിന്റെ പേര് എങ്കിലും ഇവിടെ നമ്മൾ മൊത്തത്തിൽ 3 പേരുടെ ദുഃഖമാണ്, 3 ആളുകളുടെ ദുഃഖമാണ്. ആരുടെയൊക്കെയാ? ശ്രീകൃഷ്ണൻ എന്തൊക്കെയാണ് ദുഃഖമൊന്നുമില്ല. ഓക്കെ, ഭഗവാൻ പുഞ്ചിരിച്ചോണ്ടിരിക്കുകയായിരിക്കും. പിന്നെ ആരുടെയൊക്കെയാ? ഒന്ന് ദുര്യോധന്റെ ദുഃഖം കാണും, ധൃതരാഷ്ട്രന്റെ ദുഃഖം. അപ്പം അർജുന വിഷാദ യോഗം എന്നാണ് അധ്യായത്തിന്റെ പേര്. പക്ഷേ നമ്മള് ദുര്യോധനന്റെയും ധൃതരാഷ്ട്ര മഹാരാജാവിന്റെ ദുഃഖം കൂടെ കാണും. പിന്നെന്തുകൊണ്ട് ഇതിന്റെ അർജുന, ധൃതരാഷ്ട്ര, പിന്നെന്താണ് ദുര്യോധന വിഷാദ യോഗം എന്ന് പറയാത്തതിന്റെ കാര്യം എന്താ വെച്ചാൽ അവരുടെ ഒന്നും ദുഃഖത്തിന് പരിഹാരം കിട്ടിയിട്ടില്ല. അതല്ലെങ്കിൽ ഇത് ജെന്യുവിനായി. മറ്റേത് അവരുടെ ഉള്ളിലെ പ്രശ്നത്തിൽ നിന്നുണ്ടായതാണ്. ദുഃഖങ്ങൾ എപ്പോഴും ഉള്ളിലെ പ്രശ്നത്തിൽ നിന്നാണെങ്കിലും ഇത് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ പറയത്തില്ലേ, ഈ പക്വമായതാണ്. കയ്യിലൊക്കെ ചിലപ്പോൾ ഈ കുരുവൊക്കെ വന്ന് പഴുക്കും. അവൻ പറയും അതായിട്ടില്ല, കുറച്ചും കൂടെ പഴുത്തെഴുതി നമുക്ക് പൊട്ടിച്ചിട്ട് പറയും. അതേ കണക്കാ ഇതിപ്പം നമുക്ക് അത് ക്യൂർ ചെയ്യാറായിട്ടുണ്ട്. അതുകൊണ്ടാണ് അർജുനന്റെ ദുഃഖത്തിന് മറുപടി കിട്ടും, ഭഗവാന്റെ മറുപടി. അപ്പൊ ബാക്കിയുള്ളവരുടെ ദുഃഖം എന്താ? അത് നമുക്കൊന്ന് പെട്ടെന്ന് കാണാം. എന്താണ്? ഒന്ന് വളരെ പ്രശസ്തമായിട്ടുള്ള ആ ശ്ലോകം നമുക്ക് കണ്ടാൽ അതിൻ്റെ അകത്ത് ധൃതരാഷ്ട്ര ദുഃഖത്തിനെ കാണാമെന്നാണ്. എന്താ? ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുത്സവ മമക പാണ്ഡവശ്ചൈവ കിമകുർവത സഞ്ജയ. ഭഗവത്ഗീതയിലെ ആദ്യത്തെ ശ്ലോകമാണ്. ഭഗവത്ഗീതയിലെ ആദ്യത്തെ ശ്ലോകമാണ്. എന്താണ്? ധൃതരാഷ്ട്രൻ ചോദിച്ചു എന്നാണ്. ചോദിക്കണം കഥ ഞാൻ പറയുന്നില്ല. എന്താ? ധൃതരാഷ്ട്രനെ കണ്ണ് കാണാൻ മേലാത്ത ആളായിരുന്നു, ജ്ഞാനശക്തി വേണമെന്ന് വേദവ്യാസൻ ചോദിച്ച സമയത്ത് അത് വേണ്ട, എനിക്ക് എന്തൊക്കെയാണ് ഇത്ര നാളെ എന്റെ മക്കളെ കണ്ടിട്ടില്ല, അവര് മരിക്കുന്ന കാണാൻ എനിക്കിനി തീരെ ആഗ്രഹമില്ല എന്ന് പറഞ്ഞിട്ട് വേണ്ട, വേണമെങ്കിൽ സഞ്ജയന് കൊടുത്തു എന്നിട്ട് സഞ്ജയൻ പറഞ്ഞു കൊടുത്തു എന്നാണ് കഥ. അപ്പം ധൃതരാഷ്ട്രൻ സഞ്ജയനോട് ചോദിച്ചു. എന്താ ചോദിച്ചത്? ധർമ്മഭൂമിയായ കുരുക്ഷേത്രത്തിൽ യുദ്ധോത്സുകരായി ഒരുമിച്ച് കൂടിയ എന്റെ ആളുകളും പാണ്ഡവരും ഹേ സഞ്ജയ എന്ത് ചെയ്തു? ഇതാണ് പോയിന്റ്. എന്റെ ആളുകൾ എന്ത് ചെയ്തു? പാണ്ഡവർ എന്ത് ചെയ്തു? ഇതില് തന്നെ നമ്മൾ പറയത്തില്ലേ, ഈ അരി വെന്തോന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുഴുവൻ അരി എടുത്ത് നോക്കേണ്ട കാര്യമില്ല. പിന്നെന്താണ്? ഇതിനകത്തുനിന്ന് ഒരു അരി എടുത്തിട്ട് നമ്മളൊന്ന് തിരിക്കി നോക്കിയാൽ മതി, അല്ലെ? ഞെക്കി നോക്കിയാൽ മതി. അതേപോലെ എന്താണ് നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം എന്നറിയാൻ നമ്മൾ കൂടുതൽ ഭഗവത്ഗീത പിടിക്കേണ്ട കാര്യമില്ല. എന്താണ്? ധൃതരാഷ്ട്രന്റെ ഈ ഒരു ഒറ്റ ചോദ്യം മതി. എന്താ ധൃതരാഷ്ട്രൻ ചോദിക്കുക? സഞ്ജയ, ധർമ്മഭൂമിയായിട്ടുള്ള ഈ കുരുക്ഷേത്രത്തിൽ എന്റെ മക്കൾ എന്ത് ചെയ്തു? പാണ്ഡവർ എന്ത് ചെയ്തു? നാണുണ്ടോ ഇങ്ങനെ ഇത് ചോദിക്കാനുള്ള കാര്യം? എന്താ? ഒന്നാമത്തെ കാര്യം, ഇദ്ദേഹം രാജാവാ. ആലോചിക്കും, രാജാവാ. രാജാവ് എന്ന് പറയുന്ന ആള്, നമ്മളിപ്പോ രാജാവ് എന്ന് ഉപയോഗിക്കുന്നത് എന്താണ്? ഭയങ്കരമായിട്ടുള്ള ഈ ഏകാധിപത്യ റൂൾ എടുക്കുന്ന, അതിനോടോ താൻ ആരാടോ രാജാവാണോ എന്തെല്ലാം ചോദിക്കുന്ന ഒരു കളിയാക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ അപമാനിക്കുന്ന രീതിയിലാണ്. അങ്ങനല്ല യഥാർത്ഥത്തിൽ. രാജാവ്, നൃപൻ എന്ന് പറയുന്ന ആരാണ്? നരന്മാരെ കൃത്യമായിട്ട് നല്ല രീതിയിൽ നോക്കിക്കണ്ട് ഭരിക്കേണ്ട ആളാണ്. ആ രാജാവിന് സ്വാർത്ഥത ഇല്ലാന്ന. ഇവിടെ ഒരു രാജാവുണ്ട്, എന്താ? കണ്ണുകൂട്ടറ. അത് കാണേണ്ടത് കാണാൻ പറ്റാത്തവനാണ്. എന്റെ രാഷ്ട്രത്തിനെ മുറുകെ പിടിച്ചു വെക്കുന്ന ധൃതരാഷ്ട്ര, എന്റേത് 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 എന്ന് പറയുന്ന ആൾ. അങ്ങനെയുള്ള ഒരാൾ ചോദിക്കുകയാണ്, എന്ത്? എന്റെ മക്കൾക്ക് എന്ത് പറ്റി? പാണ്ഡവർക്ക് എന്ത് പറ്റി? നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലെ പ്രശ്നം എന്താ? ഒരു സംശയം വേണ്ട, എന്റേത് എനിക്കെന്ത് പറ്റി? ആലോചിച്ചു. പറയാൻ ഭയങ്കര എളുപ്പമാണ്. ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇപ്പൊ എന്റെ വണ്ടി എടുത്തോണ്ട് ആരെങ്കിലും പോയി വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ നമ്മൾ വണ്ടി ഇടിച്ചു കേട്ടോ നിങ്ങളുടെ വണ്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എടുത്തോണ്ട് പോയ ആളെ പറ്റി ചോദിക്കോ, വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിക്കോ? ചില ആൾക്കാർ
വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിക്കാനുള്ള ചോദ്യം വരുമെങ്കിലും ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും എന്ന് പറഞ്ഞിട്ട് അയാൾക്ക് എന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിക്കും. ചില ആൾക്കാര് ഇയാൾ ഇടിച്ച ആൾക്ക് എന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിക്കും. പക്ഷെ സ്വന്തം വണ്ടി, എന്റെ വണ്ടിയാ, ഓക്കെ, അത് ഞാൻ വേണ്ട കൊടുക്കണ്ടെന്ന് വിചാരിച്ചോണ്ടിരുന്നതാ. അപ്പോഴാണ് വേറൊരു നിവൃത്തിയില്ലാത്ത ഇയാൾ ഒന്ന് ചോദിച്ച് കൊണ്ടുപോയി ഇടിപ്പിച്ച് നാശിനി എന്താവോ എന്തോ. അപ്പൊ നമ്മൾ അറിയാതെ ചോദിക്കുക എന്റെ വണ്ടിക്ക് എന്ത് പറ്റിയത്, അതേ ചോദിക്കത്തുള്ളൂ. ചേട്ടാ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിക്കത്തില്ല. നിങ്ങൾക്ക് എന്താ പറ്റിയ ചേട്ടാ, കാലൊടിഞ്ഞോ കൈ ഒടിഞ്ഞോ, എവിടെയെങ്കിലും കൊണ്ടുപോകണോ, ആരെങ്കിലും നിങ്ങളെ നോക്കാനുണ്ടോ? പക്ഷെ ആലോചിച്ചു, ഇന്നലെയല്ല, ഒരു 2 ആഴ്ച മുമ്പായിരിക്കും നമ്മുടെ ഒരു സുഹൃത്ത്, ഞാൻ അറിഞ്ഞ 3 ദിവസം മുമ്പാണ്, അതുകൊണ്ടാണ് ഇന്നലെ അറിയാതെ പറയാൻ വന്നത്. ഇവനെ വണ്ടി ഇടിച്ചു. ഞാൻ പറയുന്നത് കണ്ണൂർ വെച്ചിട്ടാണ് വണ്ടി ഇടിക്കുന്നത്. ഇവൻ രാവിലെ വണ്ടി എടുത്തോണ്ട്, ഇവിടെ ഇരിക്കുന്ന ചില ആൾക്കാർക്കൊക്കെ അവനെ അറിയുകയും ചെയ്യാം, പേര് ഞാൻ പറയുന്നില്ല. ഇവൻ വണ്ടി എടുത്തോണ്ട് പോവാണ്. പോയി കരിവന്നൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ടല്ലോ കണ്ണൂർ, അവിടെ വെച്ചിട്ട് വണ്ടി ഇടിച്ചു. ആ വണ്ടി കണ്ടു കഴിഞ്ഞാൽ ഇവൻ മിച്ചയില്ല, ഒരു വണ്ടി ഇങ്ങനെ ചപ്ലക്കൊന്നായി പോയിട്ടുണ്ട്. അതായത് ഒരു ലോറി വന്ന് ഇടിച്ചിട്ട് ഇവന്റെ സൈഡിൽ തന്നെ വന്ന് ഇടിച്ചിട്ട് ഇത് മുഴുവൻ അകത്തേക്ക് അമങ്ങിപ്പോയി. ഓക്കെ, ഇവരൊന്നും പറ്റിയില്ല, മുരുകൻ സഹായിച്ചത് ഒന്നും പറ്റിയില്ല, പോറൽ പറ്റിയിട്ടില്ല. അപ്പം ഈ സ്റ്റിയറിംഗ് വന്ന് നെഞ്ചത്ത് അമർന്നിട്ട് സ്റ്റിയറിംഗ് പൊട്ടിപ്പോയി. അതുമാത്രമല്ല ഇവന്റെ കൈ അവിടുന്ന് ഭാഗ്യത്തിന് എടുത്ത കാരണം, അല്ലെങ്കിൽ കൈ പോയേനെ, അത് കണക്കത്തെ. ആ വണ്ടിയുടെ ഫോട്ടോ എനിക്ക് അയച്ചു തന്നു. കണ്ട നമ്മൾ ഞെട്ടിപ്പോയി. ഇതെന്താ ഞാൻ ഈ പറയുന്ന കാര്യം? അതിനുശേഷം അവനൊരു കാര്യം പറഞ്ഞു, അതാണ് എന്നെ ഞെട്ടിച്ചത് കാര്യം. 10-15 മിനിറ്റ് ഇവൻ ആ വണ്ടിക്കകത്തിരിക്കുക, ഒരാൾ ഇവനെ സഹായിക്കാൻ പറ്റില്ല, ഒരാളും. അപ്പം പേടിച്ചിട്ടാണെന്നെല്ലാണ് പറയുന്നതെങ്കിൽ അതേസമയം അവിടെ നിന്ന് ആൾക്കാർ ഫോട്ടോ എടുക്കുകയാണ്. ആലോചിച്ചു, ഞാൻ ഈ പറയുന്ന കഴിഞ്ഞ ആഴ്ച നടന്ന സംഭവമാണ്. നമ്മൾ ഇങ്ങനത്തെ എത്ര കാര്യങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അറിയാം, ഇത്ര കാര്യങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇവിടെ നമ്മുടെ ഒരു പയ്യൻ ഒന്ന് ആലോചിച്ചു, ഒരുത്തൻ വണ്ടിക്കകത്ത് കിടക്കുക, ഇവിടെ ആൾക്കാർ ഇരിക്കുക, കുറെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ട്, ചില ആൾക്കാർ തച്ച് നിന്ന് ഫോട്ടോ എടുക്കുക. നമ്മൾ ഈ രീതിയിൽ ആയിക്കൊണ്ട് പണ്ട് നമ്മളത് ആലോചിക്കും. ഇവിടെ ഭാഗ്യത്തിന് ഇവിടെ ഇരിക്കുന്ന കൂടുതൽ ആൾക്കാരും എന്നെക്കാളും മുതിർന്ന ആൾക്കാരാണ് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കുറെ ആൾക്കാർ വീഡിയോ ഒന്നും കാണിച്ചില്ല, വീഡിയോ ഇട്ടേക്കുന്ന ആൾക്കാരൊക്കെ മുതിർന്ന ആൾക്കാരാണ്. ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ എന്റെ സമപ്രായക്കാരൊക്കെ ഉണ്ട്, എന്നെക്കാളും മൂത്ത ആൾക്കാരുണ്ട്. നമ്മളൊക്കെ പണ്ട് താമസിച്ച സമയത്ത്, ഞാൻ പറയുന്നത് 20-30 വർഷം മുമ്പ്, എനിക്ക് ഒരു പരിചയമില്ലാത്ത ഒരാളും ഞാൻ റോഡിൽ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്ന കണക്ക് കാര്യം ചെയ്ത് കഴിഞ്ഞാൽ അവർ ചോദിക്കുമായിരുന്നു, ആണല്ലോ ചോദിക്കും, നീ എവിടുത്തെടാ, ഇവിടെ നിന്നിട്ടാണോ കടയിൽ നിന്ന് മുട്ടായി മേടിച്ച് തിന്നോണ്ടിരിക്കുന്നത്? മുട്ടായി മേടിച്ച് തിന്നാ, സിഗരറ്റ് വലിക്കൊന്നുമല്ല, ബീഡി വലിക്കൊന്നുമല്ല, പിന്നെയോ മുട്ടായി നീ ആരാ, എവിടുന്നാ, നീ എവിടുത്തെ പയ്യനാ, എവിടുന്ന നിനക്ക് മുട്ടായി മേടിക്കാൻ പൈസ കിട്ടിയേ? ഇയാളൊന്ന് ചോദിക്കും. ഇന്ന് നമുക്കിത് ചോദിക്കാനും പറ്റത്തില്ല, അങ്ങനത്തെ ആൾക്കാരും ഇല്ല, ആണോ അല്ലയോ? നമ്മളിത് എങ്ങോട്ടാ പോകുന്നത്? എന്നിട്ട് നമ്മളെല്ലാം മുട്ടിന് പറയാം എന്താണ്, വസുദൈവ കുടുംബകം, അതൊക്കെ എഴുതി ഒട്ടിച്ചു കാര്യം. അതങ്ങനൊന്നും ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് പോലും. ഇവിടെ രാജാവ് എല്ലാരെയും ഒരേപോലെ കാണേണ്ട രാജാവ്, അത് ചെയ്യാതെ എന്റെ മക്കൾക്ക് എന്ത് പറ്റി? അതേപോലെ ആ പാണ്ഡവർക്ക്, ഈ പാണ്ഡവരെന്ന് പറയുന്നതേ വേറെ ആൾക്കാരും ഇല്ല, ഇങ്ങേറെ അനിയന്റെ മക്കളാ, മനസ്സിലായില്ലേ? പാണ്ഡവർക്ക് എന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിക്കുന്ന കണക്കല്ല ഇത്. എന്റെ മക്കൾക്ക് എന്ത് പറ്റി, അവന്മാർക്ക് എന്ത് പറ്റി? എന്റെ മക്കള് നാശം, അവന്മാര് പറഞ്ഞാൽ കേൾക്കുന്നില്ല, പാവങ്ങള് പാണ്ഡവർ, ഇവന്മാർ രണ്ടും കൂടിയുണ്ട്, ഇതിൻ്റെ അകത്ത് ഇവന്മാർക്ക് എന്താ പറ്റിയേ? അങ്ങനെ ചോദിക്കാമല്ലോ, അതെങ്കിലും ഓക്കെ. അങ്ങനെ പോലും ചോദിക്കാൻ പാടില്ല. കാര്യം എന്നാ, രാജാവാണ്, എന്താ സംഭവിച്ചാന്ന് ചോദിക്കണ്ട. ഇല്ലില്ല, എന്റെ മാമകാഹ പാണ്ഡവാഹ, അവർക്ക്. അപ്പൊ ഇയാളെന്ന് പറയണ്ട, എന്താ, ഇദ്ദേഹത്തിന് ഈ ചോദ്യം ചോദിക്കുമ്പോ തന്നെ ഉള്ളിലൊരു ആഗ്രഹമുണ്ട്. എന്താണ്? എന്റെ മക്കള് സൂപ്പറായി എന്നൊരു ഉത്തരം ആ സഞ്ജയൻ കൊടുക്കണം. അതുകൊണ്ടാണ് ആ വേർഡ്സ് ഫോർമേഷനും അങ്ങനെ തന്നെയാണ്, അല്ലെങ്കിൽ ശ്ലോകത്തിനെ ഫോർമേഷൻ ചെയ്തേക്കുന്നത് അങ്ങനെ തന്നെയാണ്. എങ്ങനെയാണ്? ഭഗവാൻ പറയാണ്, ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രം, ധർമ്മഭൂമിയായിട്ടുള്ള കുരുക്ഷേത്രത്തിൽ. അതായത് ഇവിടെ ഒരിക്കലും അധർമ്മം നടക്കത്തില്ല. കാര്യം ഇദ്ദേഹത്തിന്റെ ഉള്ളിലും ഒരു ഫീലിംഗ് ഉണ്ട്, എനിക്ക് കിട്ടേണ്ടതാണ് ഈ രാജ്യം, എന്റെ മക്കൾ അനുഭവിക്കേണ്ടതാണ്, അതാണ് ധർമ്മം. ധൃതരാഷ്ട്രം ഉണ്ട് മനസ്സിൽ, ഞാനല്ലേ ഇത്രയും കാലം നോക്കി നടത്തിയത്, എന്റെ മക്കളല്ലേ ഇതൊക്കെ. ഇനി ചിലപ്പോൾ ഒരു കുറ്റബോധം കാണേ, എനിക്ക് കണ്ണില്ലാത്തത് കൊണ്ടാണോ എന്ത്
എനിക്ക് അതിന് അവകാശം ഇല്ലാതായി പോയത് എന്ന് പറഞ്ഞിട്ട് എന്റെ ഇതില്ല എന്ന് പറഞ്ഞിട്ട് ദുര്യോധനൻ കഴിവ് കുറഞ്ഞവനൊന്നും അല്ലല്ലോ. ഇത്ര സ്നേഹമുണ്ടേ. ധർമ്മഭൂമിയായിട്ടുള്ള ഇവിടെ ധർമ്മം മാത്രമേ നടക്കത്തുള്ളൂ. സത്യത്തിൽ ധർമ്മം എന്താകണം? എന്റെ ഭാഗത്ത് നിൽക്കണം. അതാകാം ഒരു ആഗ്രഹം. അതല്ലെങ്കിലോ യുത്സവ. എന്താ യുത്സവ? താല്പര്യമുള്ളവരായിട്ട് യുദ്ധോത്സുകരായിട്ട് വന്നവരാണ്. ആരെവിടെ യുദ്ധത്തിന് അത്രയും താല്പര്യത്തോടു കൂടി യുദ്ധോത്സുകരായിട്ട് വന്ന ആൾക്കാരാരാ? ഒരു സംശയവും വേണ്ട, കൗരവന്മാരാ. അവരാണ് 11 അക്ഷോഹിണികളോടുകൂടി വന്നത്. പാണ്ഡവർക്ക് 7 അക്ഷോഹിണിയാണ്. അവർ ഈ നിമിഷവും പാണ്ഡവർ റെഡിയാണ്. എന്ത്? കൗരവന്മാര് യുദ്ധം വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇട്ടേച്ചു പോവാൻ. നമ്മൾ പിള്ളേരെ പഠിപ്പിക്കാറില്ലേ, എടാ ആദ്യം ജയിക്കണമെന്ന് ഒരു വിചാരം നിനക്ക് വേണം. പണ്ടൊക്കെ നമ്മുടെയൊക്കെ പറയാറുണ്ട്, നിനക്ക് പരീക്ഷ ജയിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം ജയിക്കണം എന്നൊരു വിചാരം വേണം, എന്നിട്ട് നീ പഠിക്കണം, പിന്നെ പരീക്ഷ എഴുതണം. അങ്ങനെ ആദ്യം ഒരു വിചാരം വേണ്ടേ ജയിക്കണമെന്ന്, അല്ലെങ്കിൽ എന്തെങ്കിലും നേടണം എന്നൊരു വിചാരം വേണ്ടേ? ഇവിടെ നമ്മൾ പറയുക ആരാണ്? താല്പര്യമുള്ളവരെ വിജയിക്കും. അപ്പൊ യുദ്ധത്തിന് വേണ്ടിയിട്ട് ഉത്സുകരായിട്ട് വന്ന ആൾക്കാരെ വിജയിക്കത്തുള്ളൂ. ആരാ യുദ്ധോത്സുകരായിട്ട് വന്നത്? എന്റെ മക്കള്. അവർക്ക് എന്ത് പറ്റി? ഇതാണ് പോയിന്റ്. പിന്നെയോ അത് മാത്രല്ല, കുരുക്ഷേത്രമാണ്. ഗുരുക്കന്മാരുടെ കൗരവന്മാരുടെ ക്ഷേത്രമാണ്. അതെ, പാണ്ഡവരും കൗരവന്മാര് തന്നെയാണ്. എങ്കിലും ഞങ്ങളുടെ സ്ഥല, ഞങ്ങളുടെ സ്ഥല. അമ്മമാർക്ക് വെറുതെ ഞങ്ങളുടെ സ്ഥലം. നമ്മൾ പറയത്തില്ലേ, ഹോം ഗ്രൗണ്ടിൽ കളിക്കുന്നതിന്റെ ബെനിഫിറ്റ് ഒരു ചീർ ചെയ്യാൻ ആൾക്കാർ കൂടുതലാണ്. അതേപോലെ ഞങ്ങളുടെ സ്ഥലം. അപ്പം ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഇപ്പം ഞങ്ങളിങ്ങനെ ഓരോ ഭഗവത്ഗീത ശ്ലോകം വൈസ് അതിനെ ഒരു കഥയിലേക്ക് മാറ്റുകയാണെങ്കിൽ ഏത് കഥ കൊണ്ടുവരാം. അപ്പൊ അത് ഒരു ശ്ലോകത്തിന്റെ കോർ തത്വം എന്താണ് നമ്മൾ കൊണ്ടുവരണം. അങ്ങനെ ഞങ്ങൾ ഓരോ ശ്ലോകത്തിനെ പിടിച്ച സമയത്ത് ഈ ശ്ലോകത്തിന്റെ കോർ തത്വം എന്താണ് നമ്മൾ നോക്കി. അപ്പം പല ആചാര്യന്മാരും എല്ലാവരും കൂടി ഇതിന് ചർച്ച ചെയ്ത് വന്നപ്പോൾ ഒരു സാധനം കൊണ്ടുവന്നത് ഇതാണ്. എന്താണ്? ഈ സ്വാർത്ഥത, സെൽഫിഷ്നെസ് മേക്ക് ഡിവിസീവ്നെസ്. സ്വാർത്ഥത നമ്മളിൽ വിഭാഗീയത അല്ലെങ്കിൽ വിഘടനം അതിനെ ഇല്ലാതായി. നമുക്ക് ആർക്കെങ്കിലും ഒക്കെ സന്തോഷത്തോടെ ജീവിക്കണം എന്ന് ആഗ്രഹമുണ്ടോ? എല്ലാവർക്കും അതാ സ്വാമി ആഗ്രഹം. അങ്ങനെയാണെങ്കിൽ ഒരു ഒറ്റ പോയിന്റ് ഭഗവത്ഗീതയിലെ 1ാമത്തെ ശ്ലോകത്തിലെ ആ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ജീവിച്ചാൽ, സ്വാർത്ഥത ഉണ്ടെങ്കിൽ അവിടെ വിഭാഗീയത ഉണ്ടാകും, അവിടെ വിഘടനം ഉണ്ടാകും. ഉണ്ടെങ്കിൽ ഈ സാധനം ഉണ്ടെങ്കിൽ 2 എന്നുള്ളൊരു ഭാവം ഉണ്ടെങ്കിൽ അവിടെ സന്തോഷത്തോടെ ഇരിക്കും. എന്നിട്ടോ ഇപ്പൊ ചോദ്യം ചോദിച്ചു, എന്റെ മക്കൾ എന്തായി? അവരെന്ത് ചെയ്യും? പാണ്ഡവരെന്ത് ചെയ്യും? ഇനി അടുത്ത ടോപ്പിക് എന്താണ്? എന്റെ മക്കൾ എന്ത് ചെയ്തു? ആര്? കൗരവന്മാരെന്ത് ചെയ്തു? ഈ കൗരവന്മാരെന്ത് ചെയ്തു എന്നുള്ളത് ദുര്യോധനന്റെ ദുഃഖത്തിൽ കൂടെ കാണിക്കും. ദുഃഖം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ അങ്ങോട്ട് പറഞ്ഞതുപോലെ കണ്ണീരല്ല ദുഃഖം. കണ്ണീര് മാത്രമല്ല, ദേഷ്യം ദുഃഖമാണ്. കാര്യം എന്നാ? എനിക്കിപ്പോ ദേഷ്യം ഉണ്ടാകുന്നത് എന്നെ പിന്നെ ദുഃഖത്തിലേക്ക് കൊണ്ടുപോകും. അസൂയ ദുഃഖമാണ്. കാര്യം എന്നാ? ഇപ്പൊ അസൂയ ഇരിക്കുന്നത് ഞാൻ വീണ്ടും ദുഃഖത്തിലേക്ക് പോയി ചാടും. പിന്നെന്താണ്? ഈ പറഞ്ഞ കണക്ക് പേടി ദുഃഖമാണ്. ഭയം നമ്മളെ ദുഃഖത്തിലേക്ക്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ എന്താണ്? ദുഃഖത്തിലേക്ക് നയിക്കും. ഇവിടെ ദുര്യോധനൻ ഇരുന്ന് കരയല്ല ചെയ്യുക, മറിച്ച് ദുര്യോധനന്റെ ഉള്ളിലെ പേടിയും ആങ്സൈറ്റിയൊക്കെ ദുര്യോധനന്റെ പല മാനറിസത്തിൽ കൂടെ, ദുര്യോധനന്റെ പല ഇടപെടലിൽ കൂടെ വേദവ്യാസി നമ്മുടെ മുമ്പിലേക്ക് വെച്ചിരുന്നു. അങ്ങനെയാണ് നമ്മൾ ദുര്യോധനന് ദുഃഖം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത്. അർജുനൻ ദുഃഖിക്കുന്നതാണക്കോ ധൃതരാഷ്ട്ര മഹാരാജാവ് ദുഃഖിക്കുന്നതാണക്കോ അല്ല ദുര്യോധനൻ ദുഃഖിക്കുന്നത്. നമുക്ക് ദുഃഖം വരുമ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യും? ചില ആൾക്കാർ പറയും ദുഃഖം വരുമ്പോൾ ഞാൻ ആഹാരം കഴിക്കും സാധിക്കും. അങ്ങനത്തെ ആൾക്കാരുണ്ട് ഇവിടെ ആരെങ്കിലും? ഉണ്ട്. ചില ആൾക്കാർ വെയിറ്റ് കൂടും, ആ സമയത്ത് ദുഃഖം മാറ്റി അവർ കഴിച്ചുകൊണ്ടിരിക്കും. ഇപ്പം വലിയൊരു ഇതായിട്ട് മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പല ആൾക്കാരും ഒറ്റയ്ക്ക് താമസിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ അവർ ദുഃഖം വരുന്ന സമയത്ത് എന്ത് ചെയ്യും? എന്തെങ്കിലും TV കാണാൻ ശ്രമിക്കും, കഴിച്ചു. ഇതാണ് ഞാൻ ദുഃഖം വരുമ്പോൾ ചെയ്യുന്നത്. ചില സമയത്ത് നമ്മൾ ദുഃഖം വരുമ്പോ ചില ആൾക്കാർ പദം പെറുക്കിക്കൊണ്ട് നടക്കുന്നത് കണ്ടിട്ടില്ലേ? ചില സമയത്ത് ഞാൻ പറയുന്ന കരച്ചിൽ ദുഃഖം വരുന്ന സമയത്താണ്. തലക്കിട്ട് അടിച്ചുകൊണ്ട് നടക്കുന്നത് കണ്ടിട്ടില്ലേ? എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ചില മരണ വീടുകളിലൊക്കെ പോയാൽ നമ്മൾ കാണും. ഇനി ആ ദുഃഖത്തിനെ മാറ്റി വെച്ചിട്ട് ദേഷ്യം അല്ലെങ്കിൽ അസൂയ സങ്കടമൊക്കെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ദുര്യോധനൻ എന്ത് ചെയ്തു എന്ന് നോക്കിയാൽ മതി. ഇത് നമ്മൾ എപ്പോഴെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ടായി. ദുര്യോധനൻ എന്താ ചെയ്ത് ഒന്ന് പറയും, ദുര്യോധനന്റെ ആറ്റിറ്റ്യൂഡിനെ കാണിക്കും.
പിന്നെയോ ഗുരുവിന്റെ അടുക്കൽ രാജാവിനെ പോലെ ചെല്ലുന്നു എന്ന് പറയും. ഞാൻ ശ്ലോകം ബൈ ശ്ലോകം പിടിക്കുന്നില്ല, അറിയാതെ. എന്താണ്? ദുര്യോധനൻ ഗുരുവിന്റെ അടുക്കൽ രാജാവിനെ പോലെ ചെന്നു എന്നാണ് സഞ്ജയൻ ധൃതരാഷ്ട്രരോട് പറയാം. ധൃതരാഷ്ട്ര ചോദിക്കും, എന്റെ മക്കളും ആ പാണ്ഡവരും എന്ത് ചെയ്തു? അങ്ങയുടെ മക്കൾ അല്ലെ, അങ്ങയുടെ മക്കൾ എന്താ ചെയ്തെന്നറിയോ? ആ ദുര്യോധനല്ലേ, ദുര്യോധനൻ ഗുരുവിന്റെ അടുക്കൽ ദ്രോണാചാര്യർക്ക് രാജാവിനെ പോലെ. അതായത് നമ്മള് എത്ര വലിയവനായിക്കോട്ടെ, അച്ഛന്റെയും അമ്മയുടെയും ഗുരുവിന്റെയും അടുക്കൽ, ഈശ്വരന്റെ അടുക്കൽ എന്താണ്, നമ്മൾ എത്ര വലുതായാലും നമ്മൾ എങ്ങനെയാണോ അങ്ങനെ ആയിരിക്കും, അല്ലാതെ ആ വലുതായനായിട്ടല്ല. അതാണ് നമ്മൾ എപ്പോഴും ടീച്ചേഴ്സിനൊക്കെ ക്ലാസ് എടുക്കുന്ന സമയത്ത് പറയും, ടീച്ചിങ് എന്ന് പറയുന്ന ആ ഒരൊറ്റ പ്രൊഫഷനുള്ള ഒരു ഏറ്റവും വലിയ ഗുണമാണ്. LKG-യിലാണ് പഠിപ്പിച്ചെങ്കിലും രാഷ്ട്രപതിയൊക്കെ നീ വലിയ ആളായി പോയല്ലോ എന്ന് ചോദിക്കാൻ പറ്റും ടീച്ചർക്ക്. മനസ്സിലായില്ലേ? LKG ടീച്ചർക്കും ചോദിക്കാൻ പറ്റും. ചോദിക്കൂ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ചോദിക്കൂ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ഞാൻ ഇങ്ങനെ കഥ കേട്ടിട്ടുണ്ട്. എനിക്ക് ആരെ പറ്റിയാണ്, എനിക്ക് ശങ്കരദേവ ശർമ്മയെ പറ്റിയാണോ ആരെ പറ്റിയാണെന്ന് അറിയത്തില്ല. അദ്ദേഹത്തിന് ഗൾഫ് രാജ്യത്ത് ഇരുന്നപ്പോൾ അവിടുത്തെ രാജാവ് ഇവിടെ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിരുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിനെ നേരിട്ട് കാറിൽ വന്ന് വിളിച്ചുകൊണ്ട് പോയി എന്ന് പറഞ്ഞൊരു കഥയും കേട്ടിട്ടുണ്ട്. നമ്മുടെ ഭാരതത്തിലെ നേതാവിനെ പറ്റി. അദ്ദേഹം ടീച്ചറായിരുന്നു. ടീച്ചറിന് അങ്ങനത്തെ ചില പ്രിവിലേജുകൾ കിട്ടും. ഇവിടെ ദുര്യോധനൻ എന്ത് ചെയ്തു? ഗുരുവിന്റെ അടുക്കെ രാജാവിനെ പോലെ ആ ഭാവത്തിൽ. പിന്നെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ചിലപ്പോൾ ഇംപ്രസ് ചെയ്യാൻ. ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് എന്റെ കൂടെ ആൾക്കാർ നിൽക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഒപ്പം എന്ത് ചെയ്യും? എന്റെ കൂടെ ആളെ ചേർക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ പടപടപടന്ന് പറയും. ഈ പറയുന്നത് മുഴുവൻ കുളവാകുകയും ചെയ്യും. ഇംപ്രസ് ചെയ്യാൻ ശ്രമിക്കുക, പൊക്കി പറയാൻ ശ്രമിക്കുക, സോപ്പിടാൻ ശ്രമിക്കുക, ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക ഗുരുവിനോട്, ദ്രോണനോട്. ഇതാണ് നമ്മള് ദുര്യോധനന്റെ കാര്യങ്ങൾ കാണുക. ഇനിയോ അത് മാത്രമല്ല, ചില സമയത്തുണ്ടല്ലോ നമ്മുടെ ഉള്ളില് ഈ ദേഷ്യമോ സങ്കടമൊക്കെ വരുന്ന സമയത്ത് നമുക്ക് കൂടുതലുള്ള ആൾക്കാരോടുള്ള ട്രസ്റ്റ് നഷ്ടപ്പെടും, എനിക്ക് വിശ്വാസം പോകും. അപ്പൊ എന്ത് ചെയ്യും? ഞാൻ പണ്ടത്തെ കാര്യങ്ങളൊക്കെ പിടിച്ചോണ്ട് വരും, എന്നിട്ട് ചെറുങ്ങനെ കുത്തും. പൊള്ളി വാക്ക് പറയാന്നെല്ലാം പറയത്തില്ലേ, കുത്തി വാക്ക് പറയാന്നെല്ലാം പറയാം നമ്മള്. അങ്ങനെ ചെയ്യും. ദുര്യോധനന്റെ ആ ഒരു ഭാഗം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഇനിയോ ബഹുമാനിക്കുകയാണെന്ന് പറഞ്ഞ് ചില കാര്യങ്ങളൊക്കെ പറയും, അതിന് നേരെ ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ടാവും. കാര്യം പറയുന്നത് എന്താണെന്ന് ബോധ്യമില്ല. കാര്യം ദുര്യോധനൻ ഇളകി നിൽക്കുക. ദുര്യോധനന് ഉപദേശം കിട്ടിയിട്ടില്ലേ? പിന്നെ ആർക്കാ കിട്ടിയിരിക്കുക? അർജുനാണ്. ഇനി ഇതിൻ്റെ ഇടയിൽ വേറൊരു സംഭവം കാണും. അത് എനിക്ക് കണ്ടേക്കുന്നതിൽ ഏറ്റവും ഗംഭീരമായിട്ടുള്ളൊരു സിനിമാറ്റിക് മൂമെന്റ് ആയിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. സാധാരണ എന്താണെന്നറിയാതെ, ഈ ഭഗവത്ഗീതയിൽ അർജുന വിഷാദ യോഗത്തിൽ എന്റെ മക്കൾക്ക് എന്തു പറ്റിയെന്ന് പറയുന്ന സമയത്ത് സഞ്ജയൻ വിശദീകരിച്ച് കൊടുക്കുകയാണ്. കൊടുക്കുന്ന സമയത്ത് 12ാമത്തെ ശ്ലോകമുണ്ട്. അപ്പൊ ആ ശ്ലോകത്തിൽ പറയും എന്താണ്? തസ്യ സഞ്ജയനയൻ ഹർഷം ഗുരുവൃദ്ധ പിതാമഹ സിംഹനാഥം വിനദ്യോഷേഹി ശങ്കം ദത്മോ പ്രതാപവാൻ. എന്താണ്? പ്രതാപശാലിയും ഗുരുവൃദ്ധനുമായ ഭീഷ്മർ ദുര്യോധനന് സന്തോഷമുണ്ടാക്കാനായി ഉച്ചത്തിൽ സിംഹനാഥം പുറപ്പെടുവിച്ച് ശംഖു വിളിച്ചു. ഇതാണ് ഒരു സീൻ. ഇതിൻ്റെ അകത്ത് ഇത്ര വലിയ സിനിമാറ്റിക് ആയിട്ടുള്ള കാര്യം? നമ്മൾ ഫ്ലാഷ് ബാക്കുകളിലേക്ക് പോകണം. എന്ത്? ഇവിടെ ഭീഷ്മരാകുന്നത് എങ്ങനെയാണെന്ന് അറിയാമല്ലോ കഥ. എങ്ങനെയാണ്? സത്യവ്രതൻ ദേവവ്രതൻ എന്ന് പറയുന്ന രാജകുമാരൻ ഭീഷ്മമായിട്ടുള്ള ഒരു പ്രതിജ്ഞ എടുക്കും. എന്താണ്? ഞാൻ ഒരിക്കലും വിവാഹം കഴിക്കില്ല. കാര്യം എന്നാ? അച്ഛന്റെ കല്യാണം കഴിക്കേണ്ടതായിട്ടുള്ള ആ കുട്ടിയുടെ അച്ഛൻ പറഞ്ഞതുകൊണ്ടാണ് പറയുന്നത് കല്യാണം കഴിക്കില്ല. കാര്യം എനിക്ക് കുട്ടികളുണ്ടായാലേ അവരെന്താണ് ഈ ഒരു സ്വത്ത് തർക്കത്തിന്റെ പ്രശ്നം ഉണ്ടാവുള്ളൂ ഇവിടെ. മനസ്സിലായില്ലേ? ഭീഷ്മര് പ്രതിജ്ഞ എടുക്കണം, ഞാൻ ഒരിക്കലും കല്യാണം കഴിക്കും. എന്നിട്ടോ ഞാൻ ഈ കുരുവംശത്തിനെ കാത്തു നിൽക്കും, എല്ലാ കാലവും എല്ലാരിൽ നിന്നും രക്ഷിച്ചു നിൽക്കും. ഈ ഭീഷ്മരെ കൊണ്ടാണ് വിധി ശംഖു വിളിച്ച് തുടങ്ങിക്കുക. എന്ത്? യുദ്ധം. എന്തിനാ ഭീഷ്മരെ കല്യാണം കഴിക്കാതിരിക്കാൻ പ്രതിജ്ഞ എടുത്തത്? ഇവിടെ സ്വത്തിന്റെ പേരിൽ പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ. ആലോചിച്ച് നോക്കി, എവിടെ വന്ന് നിൽക്കുന്നതെന്ന് നോക്കി. ഈ ഭീഷ്മര് എന്തായിരുന്നു പ്രതിജ്ഞ എടുത്തത്? ഈ കുരുവംശത്തിനെ ഞാൻ താങ്ങി നിൽക്കുമെന്ന്. യുദ്ധം തുടങ്ങാനുള്ള സിഗ്നൽ കൊടുത്തത് ആരാ? ആ കുരുവൃദ്ധനെ കൊണ്ട് ആ കാലം നീതി എന്ത് ചെയ്യാണ്? ശംഖു പിടിപ്പിക്കുക. ചില മസിൽ പിടുത്തങ്ങളൊന്നും കാര്യമില്ല, നടക്കേണ്ടതും നടക്കുള്ളൂ.
ഇത് മനസ്സിലൊന്നിട്ട് ആലോചിച്ച് നോക്കിക്കേ, ആ ഫ്ലാഷ് ബാക്കുകളായിട്ടും കൂടെ ചേർത്തിട്ട് അത് വെച്ച് നോക്കുമ്പോൾ നമ്മളുടെ കാര്യങ്ങളൊക്കെ എത്ര ഡീസന്റ് ആണെന്ന് ആലോചിച്ച് നോക്കി. ഇതാണ് ആരവിടെ തുമ്മി, പോട്ടെ, അവിടെ തുമ്മി, ആരാണ് അല്ല, എന്താണ് എന്റെ മക്കൾ ചെയ്തത്, എന്റെ മക്കളുടെ ഭാഗത്ത് എന്ത് സംഭവിച്ചു, ഇതാണ് സംഭവിച്ചത്. ഇനിയോ അവർക്ക് എന്ത് സംഭവിച്ചു, പാണ്ഡവർക്ക് എന്ത് സംഭവിച്ചു, അതാണ് അടുത്ത ടോപ്പിക്. അതും വളരെ ഗംഭീരമായിട്ടാണ് വേദവ്യാസി മുന്നിലോട്ട് വെക്കുക. നമ്മൾ ഒരു സാഹിത്യകൃതിയും കൂടെ ആയിട്ട് പഠിക്കണം എന്നാണ്. ഓക്കെ, വെറും സാഹിത്യകൃതി മാത്രമല്ല, പല കോഡുകൾ ഇട്ടിട്ടുള്ള സാഹിത്യകൃതി. എങ്ങനെയാണ് 13ാമത്തെ 14ാമത്തെ ശ്ലോകത്തില് പറയും, തതശ്വേതേർഹയേറിക്തേ മഹതിസ്യന്തനെ സ്ഥിതോ മാധവ പാണ്ഡവശ്ചൈവ ദിവ്യോ ശംഖോ പൃഥക്. അനന്തരം ഇവര് ഏത് കൗരവന്മാര് ആദ്യം ഭീഷ്മര് തുടങ്ങി ശംഖ് വിളിച്ച്, അതിനുശേഷം ബാക്കിയുള്ള ആൾക്കാർ ഓരോരോ വാദ്യങ്ങളൊക്കെ മുഴക്കി അതൊരു കോലാഹലമായിട്ട് മാറിയെന്നാണ്. അതിനുശേഷം എന്ത് ചെയ്തു പറയാണ്, ആ ഒരു സീൻ ഒന്ന് മനസ്സിൽ വിഷ്വലൈസ് ചെയ്ത് നോക്കണം. എന്താണ്? വെള്ളക്കുതിരകളെ പൂട്ടിയ മഹത്തായ തേരിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീകൃഷ്ണനും അർജുനനും ദിവ്യശംഖുകളെ മുഴക്കി. ഇൻട്രൊഡക്ഷൻ സിനിമയിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഇത് വെറുതെ വെക്കുന്നതല്ല. കാര്യം ഈ വെള്ളക്കുതിരയ്ക്ക് ഒരു ചരിത്രമുണ്ട്, ഹിസ്റ്ററിയുണ്ട്. ഈ അർജുനനും ഈ ശ്രീകൃഷ്ണനും ഇവരിങ്ങനെ ഇരിക്കുന്നതിന് ഒരു ചരിത്രമുണ്ട്. ഇന്ദ്രനെ തോൽപ്പിച്ചവരാണെന്ന് ഈ കുതിരയിൽ, ഈ തേരില്. ആലോചിച്ച് നോക്കൂ, ഏത് ഖാണ്ഡവദഹനത്തിന്റെ എല്ലാ സമയത്ത് ഈ വെള്ളക്കുതിരകളെ പൂട്ടിയ തേരില് ഇന്ദ്രനെ തോൽപ്പിച്ച അർജുനനും ശ്രീകൃഷ്ണനുമാണ് ഇവിടെ നിന്ന് ശംഖു മുഴക്കുന്നത്. ധൃതരാഷ്ട്രനോട് പറഞ്ഞു കൊടുക്കുക, എന്താണ് അവര് പാണ്ഡവര് ചെയ്തത് എന്ന് ചോദിക്കുന്ന സമയത്ത് പറയാണ്, ആ വെള്ളക്കുതിരകളെ പൂട്ടിയ തേരിൽ നിന്ന് മാധവൻ എന്ന് പറഞ്ഞ ആരാണ്? മായയുടെ പതി, ഐശ്വര്യത്തിന്റെ പതി മാധവനാണ് ശംഖു വിളിച്ചു തുടങ്ങുക. മാധവൻ യുദ്ധം ചെയ്യുന്നുണ്ടോ ഇതിൻ്റെ അകത്ത്? ഇല്ല. അതായത് യുദ്ധം ചെയ്യാത്ത മാധവൻ, പക്ഷെ ഐശ്വര്യത്തിന്റെ പതിയാണ് അവർക്ക് വേണ്ടിയിട്ട് ആദ്യം ഇറങ്ങിയിരിക്കുന്നത്. ഇതിന്റെ റിസൾട്ട് എന്താകും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? ഒരു സംശയവും വേണ്ടാന്ന കാര്യം. എന്നാ ഉറപ്പല്ലേ ഇത് അങ്ങോട്ടേക്ക്? നമ്മൾ പറയത്തില്ലേ, ക്രിക്കറ്റ് കളി തുടങ്ങുമ്പോഴേ നമുക്കറിയാം അവൻ അവിടുന്ന് ഒരു തടിയിൽ നിന്ന് അടി തുടങ്ങിയിട്ടുണ്ടെന്ന്. ഇനി നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമുണ്ട്? ഇനി വെറുതെ പോയി ബോൾ എറിഞ്ഞു കൊടുക്കുക, അവൻ അടിച്ചോളുന്നു, രോഹിത് ശർമ്മ അടിച്ചോളുന്നു ഒരു തടിയിൽ നിന്ന്. ഇവിടെ മാധവനാണ് തുടങ്ങിയത്. എവിടെ നിന്ന്? ഒരു സ്ഥിതി ചെയ്യുകയാണ്. ഗംഭീരമായിട്ടാണ് ഈ സാധനത്തിനെയൊക്കെ നമ്മുടെ മുമ്പിലേക്ക് വെച്ചുതരിക. ദുര്യോധനൻ എന്തായിരുന്നു? ദുര്യോധനൻ ഓരോരുത്തർക്ക് ഓടി നടക്കുകയായിരുന്നു. കാര്യം എന്നാ? അധർമ്മിയാണ്. നമ്മുടെ ഉള്ളില് ആ കള്ളത്തരം ഉണ്ടെങ്കിൽ നമുക്ക് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റത്തില്ല, രാത്രിയിൽ ഉറങ്ങാൻ പറ്റത്തില്ല. ഇവിടെ ശ്രീകൃഷ്ണനും അർജുനനും സ്ഥിതി ചെയ്യും. അവിടെ വെള്ളക്കുതിരകളെ കൂട്ടി സ്ഥിതി ചെയ്യണമെങ്കിൽ നമ്മൾ ധാർമ്മികരായിരിക്കണം. ഇതാണ് അവർക്ക് പറ്റി. അത് മാത്രമല്ല, എന്നിട്ട് സഞ്ജയൻ വളരെ വിശദമായിട്ട് പറയാം, എന്താണ് ഓരോരോ ശംഖുകളെ ഓരോരുത്തരും പറയും. പാഞ്ചജന്യം, ഋഷികേശം, ദേവദത്തം, ധനഞ്ജയ, പൗണ്ഡ്രം, ദത്മോ, മഹാശങ്കം, ഭീമകർമ്മ, യുഗോദര എന്നെല്ലാം പറഞ്ഞിട്ട് പറയും. അനന്ത വിജയം രാജ, കുന്തി പുത്രോ യുധിഷ്ഠിര. എന്നിട്ടോ ഈ ഭീഷണ ശബ്ദം, പാണ്ഡവര് മുഴക്കിയ ഈ ശബ്ദം നേരത്തെ കൗരവര് മുഴക്കിയത് കോലാഹലമായിരുന്നുവെങ്കിൽ, അലപ്പറയായിരുന്നെങ്കിൽ, ഇവിടെ പാണ്ഡവര് മുഴക്കിയ ആ ഒരു ശബ്ദത്തെ അത് ദുര്യോധനാദികളുടെ ഹൃദയത്തിനെ തകർത്തു. എങ്ങനെ പറഞ്ഞു നിർത്താം? എന്താ പറയാ, പാഞ്ചജന്യം തുടങ്ങിയിട്ട് സുഭദ്രോ സഘോഷോ ധാർത്തരാഷ്ട്രാണാം ഹൃദയാനി വ്യതാരേത്. ഈ ഘോഷം ആകാശത്തെയും ഭൂമിയെയും മാറ്റി കുളിച്ചു. നഭശ്ച പൃഥിവീം ജയിച്ച തുബുലോ വെനുനാഥേൻ. എന്താണ്? ഈ പാണ്ഡവര് മുഴക്കിയ ശംഖിന്റെ നാദം കൗരവരുടെ അവരുടെ ഹൃദയത്തിനെ തകർത്തുക. അപ്പം റിസൾട്ടും കൊടുത്തു. എന്തു പറ്റി? എന്റെ മക്കൾക്ക്, നിങ്ങളുടെ മക്കള് തീർന്നു. തീർന്നടാ, നീ തീർന്ന് എന്നുള്ള പറയത്തില്ല. അതേ കണക്ക് നിങ്ങളുടെ മക്കള് തീർന്നു. കാര്യം എന്നാ? ഇവരുടെ ഒത്തൊരുമയോടുകൂടിയുള്ള കൃത്യമായിട്ടുള്ള അവരുടെ ശംഖിന്റെ ശബ്ദം കേട്ടപ്പോ തന്നെ ഇവരുടെ ഹൃദയം തന്നെ തകർന്നു. ഹൃദയം തകർന്നു എന്ന് പറഞ്ഞാല് ആചാര്യന്മാർ പറയും 5 കാര്യങ്ങൾ നഷ്ടപ്പെടുന്ന.
എന്താണ്? ഒന്ന്, ജ്ഞാനം നഷ്ടപ്പെടും. നമ്മൾ പറയത്തില്ലേ, എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല. എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല. കാര്യം എന്നാ? ആ മനസ്സ് മടിച്ചുപോയി. അങ്ങനെ ഇല്ലെങ്കിലോ ചില സമയത്ത് പേടി വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം എന്ന് അറിയാതായി പോകും. അതൊരു ഏറ്റവും ചെറിയ ഉദാഹരണമായിട്ട് നമുക്ക് പറഞ്ഞാൽ, ഈ പാലിങ്ങനെ തിളച്ച് തൂവി വരികയാണെന്ന് വെച്ചു. നമ്മൾ പെട്ടെന്ന് അത് കാണുന്നെങ്കിൽ നമുക്ക് അറിയാം എന്ത് ചൂടാണെന്ന് അറിഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യും? കയറി പിടിക്കും, എന്നിട്ട് കൈ പൊള്ളിക്കും. അയ്യോ അയ്യോ കൈ പൊള്ളി എന്ന് പറയും. ചില സമയത്ത് നമ്മൾ ചെയ്യുന്ന ജ്ഞാനം വിട്ടുപോകും. നമ്മള് ചില സമയത്ത് പേടി വരുന്ന സമയത്ത്, ദുഃഖം വരുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ഹൃദയം തകർന്നു എന്ന് പറയുന്ന സമയത്ത് നമ്മള് നമ്മുടെ ജ്ഞാനമില്ലാതെയാവും. രണ്ട്, നമ്മുടെ ഇച്ഛ, ആഗ്രഹം പോകും. എന്തെങ്കിലും വേണോ? വേണ്ട എനിക്ക്. രാവിലെ പരീക്ഷ ഉള്ള ദിവസം പിള്ളേർ ചിലപ്പോൾ ആഹാരം കഴിക്കത്തില്ല. കാര്യം എന്നാ? കഴിക്കാൻ തോന്നത്തില്ലെന്ന്. കാര്യം ആ ടെൻഷൻ കിടക്കുന്നു. ചിലവരുണ്ട് എന്ത് ടെൻഷൻ, അടിയോട് അടിയായിരിക്കും. അത് അങ്ങനല്ല. ചില സമയത്ത് നമുക്ക് ടെൻഷൻ, എന്തെങ്കിലും ഒരു പരിപാടി നടക്കുന്ന സമയത്തോ, അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിൽ ആ ഒരു ടെൻഷൻ ഉണ്ടെങ്കിലോ, നമ്മൾ ഇവിടെ പറഞ്ഞ കണക്ക് ഹൃദയം തകരുന്ന സമയത്ത് ഉള്ള ആഗ്രഹം തന്നെ ഇല്ലാതെ എന്തിനാ ഇതൊക്കെ കണ്ടിട്ടില്ലേ? ചില ആൾക്കാര് അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ടത് പോകുന്ന സമയത്ത് പെട്ടെന്ന് ഒരു വൈരാഗ്യം വന്നു കയറും. ഇനിയൊക്കെ എന്തിനാ, എന്ത് എന്ന് പറയും. ഇച്ഛ നശിക്കും. മൂന്ന്, ക്രിയ നശിക്കും. ഹൃദയം തകരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഹാർട്ട് അറ്റാക്ക് വന്നൊന്നല്ല. പിന്നെന്താണ്? ക്രിയ നശിക്കും. എന്ത് ചെയ്യണം എന്നുള്ളത് ഒന്നും ചെയ്യാൻ തോന്നത്തില്ല. എന്ത് വേണമെങ്കിലും ആകട്ടെ, എന്നെ കൊല്ലുന്നെങ്കിൽ കൊന്നോട്ടെ, ഇന്നാ കൊന്നോ എന്ന് പറഞ്ഞിരുന്ന് കൊടുക്കുന്നു. ചില സമയത്ത് നമ്മൾ ചെയ്യും. സമയത്ത് നമുക്കിത് എവിഡന്റ് ആയിട്ടുണ്ട്. ചില ആൾക്കാര് വണ്ടിയുടെ ഒക്കെ നിയന്ത്രണം വിട്ടു പോകുന്ന സമയത്ത് ചില ആൾക്കാർ അയ്യോ അയ്യോ എന്ന് പോകുന്നവരായിരിക്കും. ചിലപ്പോൾ അവരെന്ത് ചെയ്യണം എന്നറിയാതെ ബ്ലാങ്ക് ആയിട്ട് ഇങ്ങനെ നോക്കിയിരിക്കും. കണ്ടുണ്ടോ? ചില ആൾക്കാർ ചില സമയത്തൊക്കെ എന്ത് ചെയ്യണം എന്നറിയാതെ ഇങ്ങനെ നിൽക്കും. ചില അമ്മമാർ കുട്ടികൾക്ക് എന്തെങ്കിലും ആക്സിഡന്റ് ഒക്കെ പറ്റുന്ന കണ്ടിട്ടുണ്ട്. ഞാൻ അങ്ങനത്തെ കണ്ടിട്ടുണ്ട്. ചില ആൾക്കാർ ചിലപ്പോൾ കുട്ടിയെ കയറി പിടിക്കാൻ പോകും. ഷോക്ക് അടിക്കുന്ന സമയത്തൊക്കെ കയറി പിടിക്കാൻ പോകുന്നവരുണ്ട്. ചിലത് എന്ത് ചെയ്യണം എന്ന് അറിയാതെ തളർന്നു വീഴും. ഇങ്ങനെയൊക്കെ ഉണ്ട്. പറയാൻ പറ്റും. ജ്ഞാനം, ഇച്ഛ, ക്രിയ, ധൈര്യം. ഹൃദയം തകർന്നു പറഞ്ഞാൽ ഒന്ന് ധൈര്യം നശിക്കും. യുദ്ധമൊന്നും ചെയ്യണ്ട. കാര്യം എന്നാ? അവര് നമ്മളെ തോൽപ്പിക്കും. ഇത് കേട്ടപ്പോ തന്നെ ഇവരുടെ മനസ്സ് മടിച്ചുപോയി. അതുമാത്രമല്ല, ഉത്സാഹം, ഇവരുടെ ഉത്സാഹം നശിച്ചു. എന്താ ഉത്സാഹം? ചെയ്യാനുള്ള ആഗ്രഹം നശിച്ചു. ഇപ്പൊ എന്ത് സംഭവിച്ചു പാണ്ഡവരുടെ ഭാഗത്ത്? എന്ത് സംഭവിച്ചു കൗരവരുടെ ഭാഗത്ത്? പാണ്ഡവരുടെ ഭാഗത്ത് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നടന്നു. അതേ സമയത്ത് കൗരവരുടെ ഭാഗത്ത് അവരവരുടെ ഹൃദയത്തിനെ തകർത്തുകൊണ്ട് അവർ മൊത്തത്തിൽ ഒരു ടോപ്പിക് പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് ഒരു കാര്യം കൂടെ പറയുന്നത് ഞാൻ നിർത്തും. അർജുനൻ ശങ്കലം വിളിച്ച് റെഡിയായി കഴിഞ്ഞ ശേഷം അർജുനൻ ഭഗവാനോട് പറയും, ഭഗവാനെ എനിക്ക് എന്ത് ചെയ്യണം? എനിക്ക് ആരൊക്കെയാണ് എനിക്കെതിരെ യുദ്ധം ചെയ്യാമെന്നതെന്നും ആരൊക്കെയാണ് എൻ്റെ കൂടെ ഉള്ളതെന്ന് എനിക്കറിയണം. അവരെ എനിക്ക് കാണുന്ന രീതിയിൽ എവിടെ രഥം നിർത്താമോ അവിടെ കൊണ്ട് തേര് നിർത്തൂ എന്ന് പറയും. ആജ്ഞയാണ്. സേനയോർ മധ്യേ എന്ന് പറഞ്ഞ ആജ്ഞയാണ്. അവിടെ ഭഗവാൻ അവിടെ കൊണ്ട് നിർത്തും. നിർത്തിയിട്ട് ഭഗവാൻ എന്ത് ചെയ്യും? പശ്യ എന്ന് പറയും. നോക്കടാ, നോക്ക് എന്ന് പറയും. അത് ഭഗവാൻ പറയുന്നില്ല, ഭഗവാൻ പറഞ്ഞു എന്ന് സഞ്ജയനാണ് ഭഗവത്ഗീതയിൽ പറയുന്നത്. ഇതാണ് 1-ാമത്തെ അധ്യായത്തില് ഭഗവാൻ ആകെ കൂടെ പറയുന്നത്. നോക്ക്, കാണുന്നല്ല, നോക്കെന്നാണ്. നോക്കടാ, നോക്ക്. ഇവിടാണ് ഇങ്ങനെ നിന്ന് അർജുനൻ ഇങ്ങനെ ആകുന്നത്. ഈ നോട്ടം നമുക്ക് വളരെ വളരെ ആവശ്യമാണ്. എന്ത് നോട്ടം? ഞാൻ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് കൃത്യമായിട്ട് എൻ്റെ കൂടെ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് ഞാൻ നോക്കണം. എനിക്കെതിരെ ആരൊക്കെ വരുന്നുണ്ട് എന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് നോക്കണം. ദുര്യോധനൻ പ്രത്യേക ശത്രുവാണെങ്കിലും ആ ദുര്യോധനെ സഹായിക്കാൻ ആരൊക്കെ വരുന്നുണ്ടെന്ന് ഞാൻ അറിയാൻ ശ്രമിക്കണം. അത് ഏറ്റവും മികച്ച തീരുമാനമായിരുന്നു അർജുനന്റെ. എന്ത്? എന്റെ ഭാഗത്ത് ആരുണ്ട്, എതിർഭാഗത്ത് ആരുണ്ടെന്ന് പോയി നോക്കിക്കാണാൻ പറ്റുന്നിടത്ത് പോയി നിന്ന് നോക്കുക എന്നുള്ളത് കൃത്യമായ തീരുമാനമായിരുന്നു. അവിടെ വരെ അർജുനൻ കൃത്യ.
പക്ഷെ എന്ത് പറ്റിയെന്നറിയാവോ, അവിടെ പോയിട്ട് അവിടുത്തെ ഓപ്പോസിറ്റുള്ള ആൾക്കാരെ കണ്ടിട്ട് മനസ്സ് മടിച്ചു പോയി. ഈശ്വര പെട്ടുപോയില്ലേ, വീണു പോയാണ്. നമ്മൾ ചെയ്യേണ്ട എന്താണ്? വീഴും. ചിലപ്പോൾ ജീവിതത്തിൽ ഇത് കണക്കത്തെ കാര്യങ്ങൾ ഉണ്ടാകും. ഉണ്ടാകുന്ന സമയത്ത്, വീഴുന്ന സമയത്ത് നമ്മൾ ബൗൺസ് ബാക്ക് ചെയ്യണം എന്നുള്ളതാണ്. അർജുനൻ ബൗൺസ് ബാക്ക് ചെയ്യും, ആണ് യുദ്ധം ചെയ്യുക. ഇവിടെ നമ്മൾ ഓരോരുത്തരും പരിശീലിക്കേണ്ടതായിട്ടുള്ള ഒരു ഗുണം മാനേജ്മെന്റിലെല്ലാം അവർ പറയും, എന്താണ്, തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ സ്ട്രെങ്തിനെയും വീക്ക്നെസ്സിനെയും നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നിട്ട് ദൈവത്തെ ഓർത്ത് എന്താണ്, നമ്മുടെ ശത്രുക്കൾ അല്ലെങ്കിൽ നമ്മുടെ ഒബ്സ്റ്റക്കിൾസിനെ കണ്ടിട്ട് പേടിച്ചിട്ട് അയ്യോ ഞാൻ ഇനി ചെയ്യത്തില്ല എന്ന് പറഞ്ഞാകാൻ പാടില്ല. ഇനിയോ എന്റെ സ്ട്രെങ്തിനെ കണ്ടിട്ട് ആ സ്ട്രെങ്ത് ഇത്രേ ഉള്ളൂവെങ്കിൽ അതിനെ കൂട്ടാനുള്ള ശ്രമം നടത്തിയിട്ട് എന്റെ ഒബ്സ്റ്റക്കിൾസിനെ ഇല്ലാതെയാക്കാനുള്ള ശ്രമം. അതിനു വേണ്ടിയിട്ട് എന്താണ്, ആദ്യം എന്താണ് എന്റെ സ്ട്രെങ്ത്, ആദ്യം എന്താണ് എന്റെ വീക്ക്നെസ് എന്ന് മനസ്സിലാക്കണം. അല്ലാതെ ഒരു ധാരണയില്ലാതെ ചാടിപ്പോയി ഇറങ്ങി നിന്നിട്ട് എന്തുവാ ഇവിടെ നടക്കുന്നത്, ഇന്നെന്താ ദീപാവലിയാണോ എന്ന് ചോദിച്ചാണക്കാ. മനസ്സിലായില്ലേ? ഏതൊരു സിനിമയ്ക്കകത്ത് ഇന്നസെന്റ് ഓടിപ്പോയി പടക്കക്കടയിൽ കയറി മുഴുവൻ പൊട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ നടക്കുന്നതെന്ന് അറിയാൻ മേലാതെ എന്താ ഇവിടെ ഇന്ന് ദീപാവലിയാണോ എന്ന് ചോദിച്ചാണക്ക് നമ്മൾ പലപ്പോഴും ചില കാര്യങ്ങളുടെ അകത്തോട്ട് പോയി എടുത്തിയാടും. എന്നിട്ട് ഇവിടെ എന്താ നടക്കുന്നതെന്ന് അറിയത്തില്ല. കൃത്യമായിട്ട് നമ്മുടെ ശക്തിയെ സ്വരൂപിച്ചിട്ട് നമ്മുടെ ഒബ്സ്റ്റക്കിൾസിനെ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് കൃത്യമായിട്ട് അവിടെ നിന്ന് കൃത്യമായിട്ട് ഈ ഒരൊറ്റ ഉപദേശം മതിയെ, നോക്കൂ, കാണൂ, കാണുക, ഈ ജീവിതത്തിനെ കാണും. എന്നിട്ട് അതിന് പ്രശ്നങ്ങളുണ്ടാകാം, ബൗൺസ് ബാക്ക്. ഇതാണ്. എന്നിട്ട് എന്ത് പറ്റി എന്നുള്ളത് നമ്മൾ ഇനിയുള്ള ടോപ്പിക്സ് ആയിട്ട് അടുത്ത ക്ലാസ്സിൽ നമ്മൾ കാണാം. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.